ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ പാകിസ്ഥാന് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് അത് ചൈനയുടേതാണ് എന്നുള്ളത്. അതായത് വിശ്വസിക്കാൻ കൊള്ളില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കുറച്ച് നാളുകൾക്കകം അത് ആയി പൊക്കോളും എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഏതാണ്ട് പാകിസ്ഥാനും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെ തുടർന്ന് ഇന്ത്യയുടെ ആക്രമണങ്ങളെ തടയാൻ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് പാകിസ്ഥാനെ മാറി ചിന്തിപ്പിക്കുന്നു എന്നതാണ് വാർത്ത. ചൈനയ്ക്ക് പകരം തുർക്കിയിൽ നിന്നും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനാണ് പാകിസ്ഥാന്റെ നീക്കം. തുർക്കിയുടെ അത്യാധുനിക ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായ സിപ്പർ സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിതങ്ങളായ HQ-9, LY-80 എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സമീപകാല സംഘർഷങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ. ഈ പരാജയത്തെ തുടർന്നാണ് കൂടുതൽ വിശ്വസനീയമായ സംവിധാനങ്ങൾക്കായി പാക് സൈനിക തന്ത്രജ്ഞർ തുർക്കിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വിമാനങ്ങൾ, ആയുധങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവത്തിന് നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലെയാണെന്ന് പാകിസ്ഥാനും മനസ്സിലായിരിക്കുന്നു. അത് കാര്യമായ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നും മനസ്സിലായിട്ടുണ്ട്. ഈ ചൈനയുടെ ഇത്തരത്തിലുള്ള ആയുധങ്ങളും ഈ ചൈനയുടെ ഇത്തരത്തിലുള്ള സൈനിക ശേഷിയും കാണിച്ചാണ് ഭാരതത്തെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഇടത് സഹയാത്രികരും ചില മാധ്യമങ്ങളുമൊക്കെ ശ്രമിക്കുന്നത്. നമ്മുടെ ആകാശം മിസൈലുകളും നമ്മുടെ സുദർശൻ ചക്രയും ഒക്കെ എടുത്തു വെച്ചാൽ അതിനു മുന്നിൽ ഒന്നുമല്ല എന്നാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ തുർക്കിയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പോവുകയാണ്. നമ്മുടെ ബ്രഹ്മോസ് നമ്മൾ സൈപ്രസിനൊക്കെ കൊടുത്തപ്പോൾ തുർക്കി കിടുകിടാ വിറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നും പാകിസ്ഥാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനും പോകുന്നത്. എന്തായാലും പാകിസ്ഥാൻ ചൈനയിൽ നിന്നും പണി കിട്ടി, തുർക്കിയിൽ നിന്നും കിട്ടുന്ന ആ പണി അതെന്തായാലും വാങ്ങട്ടെ എന്ന് ആശംസിക്കാനേ കഴിയൂ. ഭാരതം എത്രത്തോളം ശക്തമാണ് നരേന്ദ്രമോദിക്ക് കീഴിൽ എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ. ഓപ്പറേഷൻ സിന്ദൂർ പലരുടെയും കണ്ണ് തുറപ്പിച്ചിട്ടുമുണ്ട്. ചൈനയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് കനത്ത ഇടിവാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ചത്.